ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ എന്നിവരുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. മാതൃകാപരമായ ഭരണനിർവഹണം നടപ്പാക്കിയതിലൂടെ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചതായി ധനമന്ത്രി കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക പ്രകടനത്തെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കും. ധനക്കമ്മി കുറയ്ക്കാനും ഹരിത ഊർജ്ജത്തിലൂടെ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള നടപടികൾക്ക് ബജറ്റിൽ മുൻഗണന. യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റെന്ന് ഭരണപക്ഷം. സാധാരണ പൌരന്മാർക്കുള്ള യാതൊരു പ്രഖ്യാപനങ്ങളുമില്ലെന്ന് പ്രതിപക്ഷം. ഇന്ത്യ UAE ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ എന്നീ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇവരുടെ മുന്നേറ്റത്തിലൂടെ രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കാൻ കഴിഞ്ഞതായും ധനമന്ത്രി വ്യക്തമാക്കി. 2047ഓടെ ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. മാതൃകാപരമായ ഭരണനിർവഹണം നടപ്പിലാക്കിയതിലൂടെ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും വർദ്ധിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക പ്രകടനത്തെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീമതി സീതാരാമൻ. മികച്ച ഭരണനിർവഹണം, വികസനം, ആഭ്യന്തര ഉൽപാദന വളർച്ച എന്നീ 3 തലങ്ങളെക്കുറിച്ച് സംസാരിച്ച ധനമന്ത്രി കരുതലോടും ബോധ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയുള്ള ഭരണനിർവഹണമാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടതും ആരോഗ്യകരവുമായ അവസ്ഥയിലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത, ഉയർന്ന നിക്ഷേപങ്ങൾ, ഉയർന്ന ശരാശരി വരുമാനം എന്നിവ കൈവരിക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനുമായി. G20 അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന വേളയിൽ അഭിമുഖീകരിച്ചിരുന്ന വിവിധ പ്രശ്നങ്ങളിൽ ലോകത്തിന് വഴി കാണിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഭാവിയിൽ ഇന്ത്യയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും നിർണായകമാകും. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ശക്തമായ ചുവടുവയ്പ് നടത്താനും അമൃതകാലത്തിന് അടിത്തറയിടാനും രാജ്യത്തിന് കഴിഞ്ഞുവെന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. PM ജൻധൻ അക്കൌണ്ടുകളിലൂടെ 34 ലക്ഷം കോടി രൂപയുടെ സഹായം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ ജനങ്ങളിലേക്കെത്തി. 78 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്ക് PM സ്വനിധി പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികളാണ് സർക്കാർ പ്രാവർത്തികമാക്കിയതെന്നും ധനമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്കായി മുദ്ര യോജനയിലൂടെ 30 കോടി വായ്പ നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കിയതും മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതുമെല്ലാം സ്ത്രീകളുടെ അന്തസ്സുയർത്തിയ നടപടികളാണെന്നും ശ്രീമതി സീതാരാമൻ ചൂണ്ടിക്കാട്ടി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 47.66 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 26.02 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം, കടമെടുപ്പ് ഇതര വരുമാനമായി 30.8 ലക്ഷം കോടി എന്നിവയും ബജറ്റ് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 50 വർഷത്തെ പലിശരഹിത ആസ്തി വികസന വായ്പാ പദ്ധതി തുടരും. 1.3 ലക്ഷം കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 5.1% നിജപ്പെടുത്താനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. അടുത്ത വർഷത്തെ മൂലധന ചെലവ് 11.1% വർദ്ധിപ്പിച്ച് 11,11,111 കോടി രൂപയാക്കുമെന്നും ഇത് GDPയുടെ 3.4% ധനമന്ത്രി വ്യക്തമാക്കി. 2070ഓടെ രാജ്യത്ത് നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള വിവിധ നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി 2030ഓടെ കൽക്കരി വാതകവൽക്കരണവും 100 മെട്രിക് ടൺ ദ്രവീകരണ ശേഷിയും സ്ഥാപിക്കും. Green energy. Towards meeting our commitment for net zero by 2070, the following measures will be taken. Viability gap funding will be provided for harnessing offshore wind energy potential for initial capacity of 1 gigawatt. Coal gasification and liquefaction capacity of 100 metric tons will be set up by 2030.
ജൈവവാതകത്തെ ഗതാഗതത്തിനായി CNGയുമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി പാചകവാതകവുമായും സംയോജിക്കുന്നത് ഘട്ടം ഘട്ടമായി നിർബന്ധിതമാക്കുക, ഇലക്ട്രിക് ബസ്സുകൾ വ്യാപകമാക്കുക തുടങ്ങിയ നടപടികളും നടപ്പാക്കും. PM ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ 3 കോടി വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. അടുത്ത 5 വർഷത്തിൽ ആവശ്യമനുസരിച്ച് 2 കോടി വീടുകൾ കൂടി അനുവദിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. അംഗൻവാടികളുടെ നവീകരണം, സാക്ഷം അംഗൻവാടി, പോഷൻ 2.0 ദൌത്യം എന്നിവ ദ്രുതഗതിയിൽ നടപ്പിലാക്കും. മിഷൻ ഇന്ദ്രധനുഷിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വികസിപ്പിച്ച UWIN പ്ലാറ്റ്ഫോം പുറത്തിറക്കും. സെർവൈക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായുള്ള വാക്സിൻ 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കും. എല്ലാ ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും സഹായികൾക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനം, ആഗോളതലത്തിലെ ബ്രാൻഡിംഗ്, വിപണനം എന്നിവയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ധനമന്ത്രി. ഇത്തരം വികസനത്തിന് ധനസഹായം നൽകുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് ദീർഘകാല പലിശരഹിത വായ്പകൾ ലഭ്യമാക്കും. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപുകളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാര മേഖലകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും പദ്ധതികൾ തയ്യാറാക്കും. ഇടക്കാല ബജറ്റ് നൂതനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സംഘത്തെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളെയാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. ഗവേഷണത്തിനും നവീകരണത്തിനുമായി 1 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ये बजट इंक्लूसिव और इनोवेटिव बजट है. इस बजट में 2047 के विकसित भारत की नींव को मजबूत करने की गारंटी है. इस बजट में युवा भारत की युवा आकांक्षाओं का, भारत की यंग एस्पिरेशंस का प्रतिबिंब है. സാധാരണ പൌരന്മാർക്ക് ആശ്വാസത്തിനായി ഒരു പ്രഖ്യാപനങ്ങളുമില്ലാത്തതാണ് ഇടക്കാല ബജറ്റെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. വർദ്ധിച്ചുവരുന്ന ധനക്കമ്മിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഒപ്പിടുന്നതിനും സാധുവാക്കുന്നതിനും ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വൻകിട നിക്ഷേപകർക്ക് പ്രയോജനപ്പെടുമെന്ന് വിലയിരുത്തുന്ന ഉടമ്പടി വിദേശ നിക്ഷേപങ്ങളിലെ വർധനവിന് കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ധനമന്ത്രിയുടെ ഇടക്കാല ബജറ്റ് പ്രഖ്യാപനം വ്യാപാര രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അനിൽകുമാറിന്റെ പ്രതികരണത്തിലേക്ക്. ടൂറിസം രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിനും റെയിൽവേ ആയിക്കഴിഞ്ഞാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കഴിഞ്ഞാലും എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്കുള്ള പ്രതീക്ഷകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. നികുതി സ്ലാബിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന 25% കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളത് 22 കുറച്ചു എന്നുള്ളത് അത് നേട്ടം തന്നെയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഈ വാർത്തകൾക്ക് ശേഷം കേൾക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 107 പോയിന്റ് താഴ്ന്ന് 71,645-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 28 പോയിന്റ് നഷ്ടത്തിൽ 21,697-ലും വ്യാപാരം അവസാനിപ്പിച്ചു. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നടക്കുന്ന 37ാമത് സൂരജ് കുണ്ഡ് അന്താരാഷ്ട്ര കരകൌശലമേള രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ കരകൌശല മേഖലയുടെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന മേളയിൽ 50 രാജ്യങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ എന്നിവരുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. മാതൃകാപരമായ ഭരണനിർവഹണം നടപ്പാക്കിയതിലൂടെ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചതായി ധനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക പ്രകടനത്തെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കും. ധനക്കമ്മി കുറയ്ക്കാനും ഹരിത ഊർജ്ജത്തിലൂടെ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള നടപടികൾക്ക് ബജറ്റിൽ മുൻഗണന. യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റെന്ന് ഭരണപക്ഷം. സാധാരണ പൌരന്മാർക്കുള്ള യാതൊരു പ്രഖ്യാപനങ്ങളുമില്ലെന്ന് പ്രതിപക്ഷം. ഇന്ത്യ UAE ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.